ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്തെ പണമിടപാടിൽ ചില ദുരൂഹതകളുണ്ട്. ഡ്യൂട്ടിക്കെത്തിയ ചില താൽക്കാലിക ജീവനക്കാരും ദേവസ്വം ജീവനക്കാരുമൊക്കെ ലക്ഷക്കണക്കിന് രൂപ വീട്ടിലേക്ക് അയച്ചതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബാങ്കിലൂടെയും പോസ്റ്റ് ഓഫീസിലൂടെയും ഒക്കെ പണം കൈമാറിയ 100-ലധികം പേർക്കെതിരെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ സ്പെഷ്യൽ കമ്മീഷണറും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന 100-ലധികം താൽക്കാലിക ജീവനക്കാരാണ് സംശയകരമായ രീതിയിൽ പണമിടപാട് നടത്തിയത്. പ്രതിദിനം 650 രൂപ വേതനത്തിന് ജോലി ചെയ്യുന്ന ഇവർ ലക്ഷക്കണക്കിന് രൂപ ബാങ്കുകൾ വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ബന്ധുക്കൾക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അസാധാരണമായ ഈ പണമിടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. ഇതേക്കുറിച്ച് വിശദീകരണം നൽകാൻ തിരുവനന്തപുരം വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടെങ്കിലും ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു തീർത്ഥാടന കാലയളവിൽ പരമാവധി 40,000 രൂപയിൽ താഴെ മാത്രം വേതനം ലഭിക്കുന്ന സാഹചര്യത്തിലാണ് പലരും ലക്ഷങ്ങൾ നാട്ടിലേക്ക് അയച്ചത്. താൽക്കാലിക ജീവനക്കാർ സന്നിധാനത്തെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ലെന്നിരിക്കെ പലരും ഹോട്ടലുകളിലും മറ്റും ജോലിക്ക് പോയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം ജോലികളിലൂടെയും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയില്ലെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. താൽക്കാലിക ജീവനക്കാർക്ക് പുറമെ ചില സ്ഥിരം ജീവനക്കാരും നിരീക്ഷണത്തിലാണ്. സന്നിധാനത്തെ നെയ്ക്ക് കൗണ്ടറുകളിലെ തിരിമറി നേരത്തെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ക്രമക്കേടും പുറത്തുവരുന്നത്. സംഭവം ഗൗരവത്തോടെ കാണുന്ന ദേവസ്വം ബോർഡ് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും വിജിലൻസിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാണിക്കപ്പണം അപഹരിക്കപ്പെട്ടതാണോ അതോ മറ്റ് നിയമവിരുദ്ധമായ ഇടപാടുകൾ നടന്നതാണോ എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ബോർഡ് തുടർ നടപടികളിലേക്ക് കടക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട.